നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കർമ്മയോഗത്തെ പറ്റിയാണ്. കർമ്മയോഗം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് വിചാരിക്കും? ചെയ്യുന്ന കർമ്മത്തിൻ്റെ പരിണിത ഫലമായിരിക്കും എന്നല്ലേ? ഇവിടെ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കർമ്മയോഗം എന്നത് ഉപനീതൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ്. ആരാണ് ഉപനീതൻ? ഉപനീതൻ എന്നാൽ നമസ്കരിച്ചവൻ, ആശ്രയിച്ചവൻ, ഉപനയനം ചെയ്തവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് നമസ്കരിച്ചവൻ എന്ന അർത്ഥം തന്നെ എടുക്കാം. വേദപഠനം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ശിഷ്യൻ ഗുരുവിൻ്റെ പാദങ്ങൾ സ്പർശിച്ച് നമസ്കരിക്കണം എന്ന് മനുസ്മൃതി പറയുന്നു. വയസ്സിന് മൂത്തവരുടെയോ ഗുരുനാഥന്മാരുടെയോ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നത് നമ്മൾ സാധാരണയായി ഇപ്പോഴും ചെയ്തു പോരുന്നതാണ്. പക്ഷെ നമ്മളിത് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ? മനുസ്മൃതിയിൽ പറയുന്നത് പോലെ അല്ല ഇപ്പോൾ നാം ചെയ്യുന്നത്. ഇതിനൊരു നിയമരീതി കൽപ്പിച്ചിട്ടുണ്ട്. പാദം തൊട്ട് നമസ്കരിക്കുമ്പോൾ ഗുരു ശിഷ്യൻ്റെ അഭിമുഖമായിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ശിഷ്യൻ്റെ ഇടത് കൈക്ക് നേരെയുണ്ടാവുക ഗുരുവിൻ്റെ വലതുകാൽ ആയിരിക്കുമല്ലോ. ശിഷ്യൻ്റെ വലതു കൈക്ക് നേരെ ഗുരുവിൻ്റെ ഇടതുകാലും. പാദസ്പർശ സമയത്ത് ഇപ്പോൾ നാം ചെയ്തു പോരുന്നത് ഇടത് കൈകൊണ്ട് ഗുരുവിൻ്റെ വലതുകാലും വലതു കൈകൊണ്ട് ഇടതുകാലുമാണ് തൊട്ട് നമസ്കരിക്കുക. മനുസ്മൃതിയിൽ പറഞ്ഞതനുസരിച്ച് ഇത് തെറ്റാണ്. ഇടതു കൈകൊണ്ട് ഇടതുകാലും വലതു കൈകൊണ്ട് വലതുകാലും സ്പർശിക്കണമെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. കൈകൾ ക്രോസ് രീതിയിൽ വരുന്ന വിധത്തിലാവണം എന്നർത്ഥം. ക്രോസ് ചെയ്യുമ്പോൾ വലതു കൈ മുകളിൽ വരണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ശിഷ്യൻ കൈകൾ ചേർത്ത് പിടിച്ച് ഗുരുവിനെ തൊഴുതുകൊണ്ടുവേണം അധ്യയനം തുടങ്ങാൻ. ഇങ്ങനെ കൈകൾ തൊഴുതു പിടിക്കുന്നതിനെയാണ് ബ്രഹ്മാഞ്ജലി എന്ന് പറയുന്നത്. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് സനാതനധർമ്മം പറയുന്നതിലൂടെ ശിഷ്യന് ഗുരുവിൻ്റെ സ്ഥാനം വ്യക്തമാണ്. ഗുരുവിന് ശേഷമേ ദൈവമുള്ളൂ, അഥവാ മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാം ഒന്നാണെന്ന് സാരം. ഇനി ഗുരു എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്ന കാര്യത്തിലേക്ക് കടക്കാം. അധ്യയനം തുടങ്ങുന്ന ശിഷ്യനോട് ഗുരു മടി കൂടാതെ എന്നും പാഠം തുടങ്ങൂ എന്ന് പറയണം. അവസാനിക്കുമ്പോൾ മതിയാക്കാം എന്നും പറയണം. അതുപോലെ തന്നെ വേദപഠന ആരംഭത്തിലും അവസാനത്തിലും ഓംകാരം ഉച്ചരിക്കണം. ഓംകാരം ഉച്ചരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. ഓം എന്നത് ബ്രഹ്മവാചകമാണ്. അകാരം, ഉകാരം, മകാരം എന്നിവയെയും ഭൂ, ഭുവ, സ്വ എന്നിവയെയും ഋക്, യജുസ്, സാമം എന്നീ വേദങ്ങളിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഓംകാരത്തിന് അതിൻ്റേതായ ഗുണം അത് ഉച്ചരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അധ്യയനം ആരംഭിക്കുമ്പോൾ ഉച്ചരിക്കുന്നതിലൂടെ പഠിക്കാൻ പോകുന്ന വിദ്യ ഗ്രഹിക്കാൻ മനസ്സിന് കൂടുതൽ ശക്തി കൊടുക്കും. അധ്യയനം പൂർത്തിയാകുന്ന നേരത്ത് ഉച്ചരിക്കുന്നത് വഴി പഠിച്ചത് മുഴുവൻ മറക്കാനാവാത്ത വിധം മനസ്സിലുറക്കാൻ കഴിവ് ലഭിക്കും. ആദ്യം ഓം ജപിക്കാതിരുന്നാൽ പഠിച്ച വിദ്യ മെല്ലെ മറന്നുപോകും. അവസാനം ജപിക്കാതിരുന്നാൽ പഠിച്ചത് ഉറച്ചു നിൽക്കുകയുമില്ല. അഗ്രഭാഗം കിഴക്കോട്ട് വിരിച്ച ദർഭയിലിരുന്ന് പവിത്രം ധരിച്ച് ശുദ്ധനായി 3 പ്രാണായാമം ചെയ്ത് ഏകാഗ്രചിത്തനായി ശിഷ്യൻ അധ്യയനത്തിനായി ഓംകാരം ജപിക്കുന്നു. നമുക്ക് ഉപനീതനായ ശിഷ്യൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. ഗുരു ആദ്യം പഠിപ്പിക്കേണ്ടത് ശൗചമാണ്. അതാണ് മനുസ്മൃതിയിൽ പറയുന്നത്. മലമൂത്ര വിസർജനത്തിന് ശേഷം ശുചിയാവേണ്ട വിധിയാണ് ശൗചം. ഇതുവഴി ശിക്ഷണത്തിനെത്തുന്ന ഒരു ശിഷ്യൻ എപ്പോഴും സ്വയം വൃത്തിയും ശുദ്ധിയും ഉള്ളവനായി തീരും. കലിയുഗത്തിൽ ഇന്ന് നാം പാലിച്ചു പോരുന്ന ശീലമാണ് ദേഹശുചിത്വം പാലിക്കുക എന്നത്.
ഈ ശീലം നമ്മളിൽ എത്തിച്ചത് മനുസ്മൃതിയിൽ നിന്നാവാം. ശൗചം കഴിഞ്ഞാൽ ആചാരം പഠിപ്പിച്ച് തുടങ്ങണം. സ്നാനം, ആചമനം തുടങ്ങിയവ ആചാരമാണ്. ആചമനം എന്നാൽ പൂജയും മറ്റ് കാര്യങ്ങൾക്കും മുമ്പ് ജലത്താൽ കഴുകുക എന്നാണ് അർത്ഥം. അതിനുശേഷം അഗ്നിപരിചരണവും സന്ധ്യാവന്ദനവും പഠിപ്പിക്കാം. അഗ്നിപരിചരണം എന്നാൽ അഗ്നിയിൽ കാലത്തും വൈകുന്നേരത്തും സമിത്ത് അർപ്പിക്കുന്നതാണ്. സമന്തകമായ സന്ധ്യോപാസന വിധി എന്നാൽ മന്ത്രം ജപിക്കുക എന്നതാണ്. ശിഷ്യനെ അഭ്യസിപ്പിക്കുന്ന ഗുരു എല്ലാ ആചാരങ്ങളും ഉപാചാരങ്ങളും സ്വയം ആചരിച്ച് കാണിക്കണം. മനുസ്മൃതിയിൽ നിന്നറിഞ്ഞ ഈ അറിവുകളാണ് ഈ എപ്പിസോഡിൽ ശിവോഹത്തിന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുശിഷ്യബന്ധം പണ്ട് കാലഘട്ടങ്ങളിലുള്ളതാണോ അതോ ഇപ്പോഴുള്ളതാണോ മികച്ചത്? നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.